ഹായ് സ്റ്റുഡൻസ്, ഐപ്ലസിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ബാങ്കിങ്ങിൽ ഫണ്ട് ട്രാൻസ്ഫർ മോഡ്സിനെ പറ്റിയാണ് ക്ലാസ് എടുക്കാൻ പോകുന്നത്. ഫണ്ട് ട്രാൻസ്ഫർ മോഡ്സ്, ഏതെല്ലാം ഫണ്ട് ട്രാൻസ്ഫർ മോഡ്സ് ആണ് നിലവിൽ നമ്മൾ ഇന്ത്യയിൽ ഉള്ളത് എന്ന് നോക്കാം. അതിൽ ആദ്യത്താണ് RTGS, രണ്ടാമത്തത് നെഫ്റ്റ്, മൂന്നാമത്തത് IMPS, നാലാമത്തത് UPI. അപ്പോൾ ഈ 4 തരത്തിലുള്ള ഫണ്ട് ട്രാൻസ്ഫർ മോഡ്സ് ആണ് ഇന്ത്യയിലുള്ളത്. ഏതൊക്കെയാണ്? RTGS, നെഫ്റ്റ്, IMPS, UPI. അപ്പോൾ നമുക്ക് അറിയാം, നമ്മുടെ പേയ്മെൻറ്റ് മോഡ്സുകൾ മാറ്റേണ്ട ആവശ്യമുണ്ട്. കാലോചിതമായിട്ട് നമ്മൾ നേരത്തെയൊക്കെ ക്യാഷ് കയ്യിൽ കൊണ്ടുനടക്കുകയും അത് സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയൊക്കെ ചെയ്യുമ്പോൾ കൊടുക്കൽ വാങ്ങലൊക്കെ നമ്മൾ ലിക്വിഡ് ക്യാഷ് ഡീൽ ചെയ്തിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. നമ്മൾ ആ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും മേടിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ RTGS, നെഫ്റ്റോ, IMPS, UPI ഏത് മോഡ് വഴിയുണ്ടെങ്കിലും എന്ത് ചെയ്യാം, പേയ്മെൻറ്റ് നടത്താം. അപ്പോൾ അതിനെപ്പറ്റിയാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ട് അതിനെപ്പറ്റി പഠിക്കാൻ പോവുകയാണ്. ഓക്കെ, ആദ്യത്തത് റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ് സിസ്റ്റം, RTGS. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് RTGS ചോദിച്ചിട്ടുണ്ട്. റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ് സിസ്റ്റം, റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ് സിസ്റ്റം എന്നുള്ളതാണ് RTGSന്റെ ഫുൾ ഫോം. RTGS നിലവിൽ വന്നത് 2004-ലാണ്. അപ്പോൾ ഏത് വർഷമാണ് RTGS നിലവിൽ വന്നത്? 2004-ലാണ് RTGS സംവിധാനം നിലവിൽ വന്നത്. RTGSന്റെ ഫുൾ ഫോം റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ് എന്നുള്ളതാണ്. In real-time gross settlement system is a mechanism of transferring funds from one bank to another bank on real-time and on gross basis. അപ്പോൾ ഈ റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? ഒരു ബാങ്ക് മറ്റൊരു ബാങ്കിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. എങ്ങനെ? റിയൽ ടൈമിലാണ്, അതാത് സമയത്ത്. എങ്ങനെയാണ്? ഗ്രോസ് ബേസിസിലാണ്. ഒരു ബൾക്കായിട്ടുള്ള ഫണ്ടായിട്ടാണ്, ഗ്രോസ് ബേസിസിലാണ്. ഇനി RBI ഇൻട്രൊഡ്യൂസ് ദ RTGS സിസ്റ്റം. RBI RTGS സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഏത് വർഷമാണ്? 2004 മാർച്ചിലാണ്. 2004 മാർച്ചിലാണ് RBI ഈ പറയുന്ന RTGS സംവിധാനം കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി RTGS വർക്ക്സ് ഓൺ ബാങ്ക് വർക്കിംഗ് ടൈം ഉള്ളി. അപ്പോൾ ബാങ്കിന്റെ പ്രവർത്തന സമയത്ത് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? RTGS സംവിധാനം പ്രവർത്തിക്കുകയുള്ളൂ. അപ്പോൾ RTGS സംവിധാനം പ്രവർത്തിക്കുന്നത് ബാങ്കിന്റെ പ്രവർത്തന സമയത്താണ്. ഇനി ദ ട്രാൻസ്ഫർ ദ മിനിമം പെർ ട്രാൻസാക്ഷൻ ഈസ് 2 lakhs. അപ്പം മിനിമം പെർ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്, ഒരു ട്രാൻസാക്ഷനിലെ മിനിമം എന്ന് പറയുന്നത് എത്രയാണ്? 2 ലക്ഷം രൂപയാണ്. അപ്പോൾ 2 ലക്ഷം രൂപയാണ് മിനിമം ട്രാൻസ്ഫർ എന്ന് പറയുന്നത്, ട്രാൻസാക്ഷൻ ലിമിറ്റ് എന്ന് പറയുന്നത്. ഇനി മാക്സിമം ട്രാൻസ്ഫർ വാല്യൂ എന്ന് പറയുന്നത് നോ അപ്പർ ലിമിറ്റ്, അതിന് യാതൊരുവിധ അപ്പർ ലിമിറ്റും ഇല്ല. അപ്പം മിനിമം പെർ ട്രാൻസാക്ഷൻ ലിമിറ്റ് എന്ന് പറയുന്നത് 2 ലക്ഷം രൂപയും, എന്നാൽ മാക്സിമം എന്ന് പറയുന്നത് നോ അപ്പർ ലിമിറ്റ് എന്നാണ് പറയുന്നത്. ഇനി ദർ ഈസ് നോ റെസ്ട്രിക്ഷൻ വിത്ത് റിഗാർഡ് ടു ദ മാക്സിമം എമൗണ്ട് ടു ബി റെമിറ്റഡ് ത്രൂ RTGS. അപ്പോൾ RTGS സംവിധാനത്തിലൂടെ റെമിറ്റ് ചെയ്യുന്ന പണത്തിന് എന്തില്ല? അപ്പർ ലിമിറ്റ് ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ RTGSന്റെ ഫുൾ ഫോം പഠിച്ചു വെക്കണം. റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ് സിസ്റ്റം എന്നുള്ളതാണ് RTGSന്റെ ഫുൾ ഫോം. ഈ സിസ്റ്റം നിലവിൽ വന്നത് 2004-ലാണ്. ഇനി ഈ സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? റിയൽ ടൈം ബേസിസിലാണ്, ഓൺ ഗ്രോസ് ബേസിസിലാണ് വർക്ക് ചെയ്യുന്നത്. ഈ സംവിധാനം RBI ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് മാർച്ച് 2004-ലാണ്. ഇത് ബാങ്ക് വർക്കിംഗ് ടൈമിൽ മാത്രമേ നടക്കുകയുള്ളൂ. ഇനി ട്രാൻസ്ഫർ മിനിമം പെർ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് 2 ലക്ഷം രൂപയാണ്. മാക്സിമം ട്രാൻസ്ഫർ വാല്യൂ എന്ന് പറയുന്നത് നോ അപ്പർ ലിമിറ്റ് ആണ്, അതിന് അപ്പർ ലിമിറ്റ് ഇല്ല. ദർ ഈസ് നോ റെസ്ട്രിക്ഷൻ റിഗാർഡിംഗ് ടു ദ മാക്സിമം എമൗണ്ട് ഓഫ് റെമിറ്റഡ് ത്രൂ RTGS. എമൗണ്ട് റെമിറ്റഡ് ത്രൂ RTGSലൂടെ റെമിറ്റ് ചെയ്യുന്ന മാക്സിമം വാല്യൂവിന് ലിമിറ്റ് ഇല്ല, നോ റെസ്ട്രിക്ഷൻ. നെക്സ്റ്റ് വൺ, നെഫ്റ്റ്, നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫറിനെയാണ് നമ്മൾ നെഫ്റ്റ് എന്ന ചുരുക്കപ്പേരിൽ വായിക്കുന്നത്. അപ്പോൾ എന്താണ് നെഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ. നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ ഏത് വർഷമാണ് വന്നത്? 2005-ലാണ് നെഫ്റ്റ് സംവിധാനം വന്നത്. അപ്പോൾ ഫണ്ട് ട്രാൻസ്ഫർ മോഡിന്റെ മറ്റൊരു സംവിധാനമാണ് നെഫ്റ്റ്. RTGS വന്നത് 2004-ലാണ്, നെഫ്റ്റ് വന്നത് 2005-ലാണ്. നെഫ്റ്റ് ഓൾസോ നോൺ ആസ് നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ. It helps in the transfer of money from one bank to another or one branch to another. അപ്പോൾ ഒരു ബാങ്ക് മറ്റൊരു ബാങ്കിലേക്കോ അല്ലെങ്കിൽ ഒരു ബ്രാഞ്ചിൽ നിന്ന് മറ്റൊരു ബ്രാഞ്ചിലേക്കോ
ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സഹായിക്കുന്ന സംവിധാനമാണ് നെഫ്റ്റ് എന്ന് പറയുന്നത്. RBI സ്റ്റാർട്ടഡ് ദ നെഫ്റ്റ് സർവീസസ് ഇൻ നവംബർ 2005. അപ്പോൾ 2005 നവംബർ മാസമാണ് നെഫ്റ്റ് സംവിധാനം നിലവിൽ വന്നത്. ഇറ്റ് ടേക്സ് ദ ടൈം കമ്പയർഡ് ടു ദ RTGS ആൻഡ് UPI. അപ്പോൾ RTGS സംവിധാനത്തിൽ നമ്മൾ പണം ട്രാൻസ്ഫർ ചെയ്യുന്നതിനേക്കാളും UPI സംവിധാനത്തിൽ നമ്മൾ പണം ട്രാൻസ്ഫർ ചെയ്യുന്നതിനേക്കാളും സമയമെടുക്കുന്ന ഒരു സംവിധാനമാണ് ഇത് നെഫ്റ്റ് എന്ന് പറയുന്നത്. നെഫ്റ്റ് വർക്ക്സ് ഓൺലി ദ ബാങ്ക് വർക്കിംഗ് അവേഴ്സ്. ദ ട്രാൻസ്ഫർ ലിമിറ്റ് ഓഫ് ട്രാൻസാക്ഷൻ മിനിമം എന്ന് പറയുന്നത് 1 രൂപയും മാക്സിമം എന്ന് പറയുന്നത് നോ ലിമിറ്റ്. അപ്പോൾ നെഫ്റ്റ് സംവിധാനത്തിൽ പണം അയക്കുമ്പോൾ അതിൻ്റെ മിനിമം എന്ന് പറയുന്നത് 1 രൂപയും മാക്സിമത്തിന് എന്തില്ല, നോ ലിമിറ്റ്. ഇൻ നെഫ്റ്റ് ദ ഫണ്ട്സ് ഈസ് ട്രാൻസ്ഫേർഡ് ഇൻ ബാച്ചസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെഫ്റ്റ് സംവിധാനത്തിൽ പണം അയക്കുന്നത് എങ്ങനെയാണ്, ബാച്ചസ് ആയിട്ടാണ്. ഇപ്പോൾ രാവിലെ 10 മണി തുടങ്ങി 11 മണി വരെയുള്ള അത് ഒരു ബാച്ചായിട്ട്, ഇനി അത് 11 മണി തുടങ്ങി 12 മണി വരെയുള്ള ട്രാൻസാക്ഷൻസ് ഒരു ബാച്ചായിട്ട്, അങ്ങനെ ബാച്ച് വൈസ് ആയിട്ട് പ്രോസസ്സിംഗ് നടത്തുന്ന ഫണ്ട് ട്രാൻസ്ഫർ മെക്കാനിസം ഏതാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം നെഫ്റ്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. നെഫ്റ്റ് ഈസ് മെയ്ഡ് അവൈലബിൾ 24/7 ഫ്രം ഡിസംബർ 2019 ഓൺവേർഡ്സ്. അപ്പോൾ 2019 ഡിസംബർ മാസം തുടങ്ങി നെഫ്റ്റ് സംവിധാനം 24/7 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഴുവൻ സമയവും അവൈലബിൾ ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് ഇത് ബാങ്ക് വർക്കിംഗ് അവേഴ്സിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ നിലവിൽ ഇത് 24/7 ഇത് വർക്കിംഗ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് നെഫ്റ്റ് നോക്കാം. നെഫ്റ്റിന്റെ ഫുൾ ഫോം നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ എന്നാണ്. ഈ സംവിധാനം നിലവിൽ വന്നിട്ടുള്ളത് 2005 നെഫ്റ്റിന്റെ ഫുൾ ഫോം പഠിച്ചു വയ്ക്കുക. ഇത് ഫണ്ട് ട്രാൻസ്ഫർ മോഡാണ്. ഒരു ബാങ്കിൽ നിന്നും മറ്റൊരു ബാങ്കിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാം. അതുപോലെ തന്നെ ഒരു ബ്രാഞ്ചിൽ നിന്നും മറ്റൊരു ബ്രാഞ്ചിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഈ സംവിധാനം RBI കൊണ്ടുവന്നിട്ടുള്ളത് നവംബർ 2005 എന്ന് മനസ്സിലാക്കുക. ഇത് സമയമെടുക്കുന്ന ഒരു സംവിധാനമാണ്. RTGSനേക്കാളും അതേപോലെ UPIനേക്കാളും സമയമെടുക്കുന്ന ഫണ്ട് ട്രാൻസ്ഫർ മോഡാണ് നെഫ്റ്റ് എന്ന് പറയുന്നത്. ഇത് തുടങ്ങിയ കാലഘട്ടങ്ങളിൽ ബാങ്ക് വർക്കിംഗ് അവേഴ്സിൽ മാത്രമായിരുന്നു. മിനിമം 1 രൂപയും മാക്സിമത്തിന് ലിമിറ്റ് ഉണ്ടായിരുന്നില്ല. ഇനി ഇത് ബാച്ച് വൈസ് പ്രോസസ്സിംഗ് ആണ് ചെയ്യുന്നത്. ഫണ്ട് ട്രാൻസ്ഫർ ബാച്ച് വൈസ് ആയിട്ട് പ്രോസസ്സ് ചെയ്യുന്ന സംവിധാനം ഏത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം നെഫ്റ്റ് ആണ്. ഇത് 24/7 സർവീസ് ആക്കി മാറ്റിയത് 2019 ഡിസംബറിലാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ IMPS. IMPSന്റെ ഫുൾ ഫോം ഇമ്മീഡിയറ്റ് പേയ്മെന്റ് സർവീസ് സിസ്റ്റം എന്നാണ്. ഇമ്മീഡിയറ്റ് പേയ്മെന്റ് സർവീസ് സിസ്റ്റം. ഇത് നിലവിൽ വന്നിട്ടുള്ളത് 2010 അപ്പോൾ IMPS സംവിധാനം നിലവിൽ വന്നിട്ടുള്ളത് 2010. ഇമ്മീഡിയറ്റ് പേയ്മെന്റ് സർവീസ് സിസ്റ്റം ഈസ് ആൻ ഇൻസ്റ്റന്റ് പേയ്മെന്റ് ഇന്റർബാങ്ക് ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ സിസ്റ്റം. അപ്പോൾ ഇതും ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ സിസ്റ്റമാണ്. ഈ ഒരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് NPCI ആണ്, നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഈസ് എ സബ്സിഡറി ഓഫ് RBI. RBIയുടെ പേയ്മെന്റ് ആൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റത്തിന് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന പേയ്മെന്റ് ആൻഡ് സെറ്റിൽമെന്റ് ആക്ട് 2007 പ്രകാരം കൊണ്ടുവന്നിരിക്കുന്ന സ്ഥാപനമാണ് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, NPCI. NPCI കൊണ്ടുവന്നിരിക്കുന്ന ഫണ്ട് ട്രാൻസ്ഫർ സിസ്റ്റമാണ് IMPS എന്ന് പറയുന്നത്. ഇത് 22 നവംബർ 2010 ഇത് വന്നത്. 24/7 വർക്ക് ചെയ്യുന്നതാണ്. ഹോളിഡേയ്സിലും വർക്ക് ചെയ്യുന്ന സംവിധാനമാണ് IMPS എന്ന് പറയുന്നത്. ദർ ഈസ് നോ റെസ്ട്രിക്ഷൻ വിത്ത് റിഗാർഡ്സ് ടു ദ മിനിമം എമൗണ്ട് ആൻഡ് എമൗണ്ട് ടു ബി റെമിറ്റഡ് ത്രൂ ദ IMPS. അപ്പോൾ IMPSൽ മിനിമം എമൗണ്ടിന് എന്തില്ല, റെസ്ട്രിക്ഷൻ ഇല്ല, നോ മിനിമം വാല്യൂ ഇല്ല. ഇനി ഇത് ട്രാൻസ്ഫർ ലിമിറ്റ് പെർ ട്രാൻസാക്ഷൻ എത്രയാണ്, 2 lakhs ആണ്. ഇനി ട്രാൻസ്ഫർ ലിമിറ്റ് പെർ ഡേ അങ്ങനെ ഒരു കാര്യമുണ്ട്, അത് 10 ലക്ഷം രൂപ. അപ്പോൾ ഒരു ദിവസം ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത് 10 ലക്ഷം രൂപയാണ്. ഒരു ട്രാൻസാക്ഷൻ്റെ പെർ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് 2 lakhs ആണ് അതിൻ്റെ ലിമിറ്റ് എന്നുള്ളതും മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെ ഇതിന് ഒരു ലിമിറ്റ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ പെർ ട്രാൻസാക്ഷൻ ലിമിറ്റ് 2 lakhs എന്നാൽ പെർ ഡേ ട്രാൻസാക്ഷൻ ലിമിറ്റ് 10 ലക്ഷവുമാണ്, 10 lakhs എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് നോക്കാം. IMPSന്റെ ഫുൾ ഫോം ഇമ്മീഡിയറ്റ് പേയ്മെന്റ് സർവീസ് സിസ്റ്റം. നിലവിൽ വന്നത് 2010 യെസ്, ഇത് ഇൻസ്റ്റന്റ് ആയിട്ട് പേയ്മെന്റ് നടത്തുന്ന സിസ്റ്റമാണ്, മണി ട്രാൻസ്ഫർ സിസ്റ്റമാണ്. ഇത് കൊണ്ടുവന്നിട്ടുള്ള NPCI ആണ്.
RBIയുടെ പേയ്മെന്റ് ആൻഡ് സെറ്റിൽമെന്റ് ആക്ട് 2007 ഭാഗമായിട്ട് വന്നിട്ടുള്ള സ്ഥാപനമാണ് NPCI, നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഇൻട്രൊഡ്യൂസ്ഡ് IMPS സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് 22 നവംബർ 2010 24/7 സർവീസ് ഹോളിഡേയ്സിൽ പോലും വർക്ക് ചെയ്യുന്ന സംവിധാനമാണ് IMPS എന്ന് പറയുന്നത്. ഇനി ഇതിന് മിനിമം ട്രാൻസാക്ഷൻസിന് റെസ്ട്രിക്ഷൻസ് ഇല്ല. ഇനി ഇതിന് പെർ ട്രാൻസാക്ഷൻ ലിമിറ്റ് 2 lakhs പെർ ഡേ ട്രാൻസാക്ഷൻ ലിമിറ്റ് 10 lakhs എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് വൺ, നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് അല്ലേ, നമ്മളിപ്പോൾ എന്ത് സാധനം മേടിച്ചാലും നമ്മളിപ്പോൾ ചെയ്യുന്നതാണ് UPI എന്ന് പറയുന്നത്. UPI, യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ്. യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് നിലവിൽ വന്നത് 2016 കേട്ടോ. അപ്പോൾ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് നിലവിൽ വന്നത് 2016. UPI ഈസ് ദ ഡിജിറ്റൽ പേയ്മെന്റ് സിസ്റ്റം. അപ്പോൾ UPI എന്ന് പറയുന്നത് ഡിജിറ്റൽ പേയ്മെന്റ് സിസ്റ്റം ആണ്. ത്രൂ വിച്ച് എ യൂസർ ക്യാൻ ബോത്ത് സെൻഡ് ആൻഡ് റിസീവ് ദ മണി ത്രൂ ദ വെർച്വൽ പേയ്മെന്റ് അഡ്രസ്. ശ്രദ്ധിക്കണം, അത് ചോദ്യം വരാം. എന്താണ് VPA? VPA എന്താണ്? VPA വെർച്വൽ പേയ്മെന്റ് അഡ്രസ് മുഖേന, വെർച്വൽ പേയ്മെന്റ് അഡ്രസ് മുഖേന നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പണം സ്വീകരിക്കാനും പണം കൊടുക്കാനും സാധിക്കും. അപ്പോൾ പണം സ്വീകരിക്കാനും പണം കൊടുക്കാനും നമുക്ക് എന്തുണ്ട്? ഒരു വെർച്വൽ പേയ്മെന്റ് അഡ്രസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ കാണുമ്പോൾ നിങ്ങൾ ഒരാളുടെ ഒരു ഇമെയിൽ ID @OKSBI അല്ലെങ്കിൽ @OKICICI ഇങ്ങനെ അവസാനിക്കുന്ന നിങ്ങളുടെ ഗൂഗിൾ പേ ഒക്കെ എടുത്തു നോക്കുമ്പോൾ കാണുന്നതാണ് ഇത്, ഈ പറയുന്ന വെർച്വൽ പേയ്മെന്റ് അഡ്രസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു വെർച്വൽ പേയ്മെന്റ് അഡ്രസ് VPA വഴി നമുക്ക് പണം സ്വീകരിക്കുകയും ചെയ്യാം, നമുക്ക് പണം കൊടുക്കുകയും ചെയ്യാം. ഇനി ദ മണി വിൽ ബി ഡയറക്ട്ലി ഡെബിറ്റഡ് ഫ്രം ദ കസ്റ്റമേഴ്സ് അക്കൗണ്ട്. കസ്റ്റമേഴ്സ് അക്കൗണ്ടിൽ നിന്നിലേക്ക് പണം ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു? ഡെബിറ്റ് ചെയ്യുന്നു. ദ UPI ഈസ് ദ ഇമ്മീഡിയറ്റ് റിയൽ ടൈം പേയ്മെന്റ് സർവീസസ്. അപ്പോൾ റിയൽ ടൈം ആയിട്ടുള്ള ഇമ്മീഡിയറ്റ് പേയ്മെന്റ് സർവീസ് ആണ് ഇത് UPI എന്ന് പറയുന്നത്. ദാറ്റ് ഹെൽപ്സ് ദ ഇൻസ്റ്റന്റ്ലി ട്രാൻസ്ഫറിങ് ദ ഫണ്ട് ബിറ്റ്വീൻ 2 ബാങ്ക് അക്കൗണ്ട് ത്രൂ ദ മൊബൈൽ പ്ലാറ്റ്ഫോം. അപ്പോൾ മൊബൈൽ പ്ലാറ്റ്ഫോം വഴി രണ്ട് അക്കൗണ്ടിൽ നിന്നുള്ള പണം അങ്ങാടും ഇങ്ങാടും ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സംവിധാനമാണ് യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് എന്ന് പറയുന്നത്. NPCI കണ്ടക്ടഡ് ദ പൈലറ്റ് ലോഞ്ച്. NPCI പൈലറ്റ് ലോഞ്ച് സ്റ്റഡി നടത്തിയത് 21 മെമ്പർ ബാങ്ക്സ്. ദ പൈലറ്റ് ലോഞ്ച് വാസ് on 11th April 2016 by Dr. Raghuram Rajan, ഗവർണർ RBI at മുംബൈ. അപ്പോൾ ഈ പറയുന്ന പൈലറ്റ് ലോഞ്ച് സർവേ നടത്തിയിരുന്നു 21 മെമ്പർ ബാങ്ക്സിൽ. അത് നടത്തിയത് 11th April 2016 പഴയ നമ്മളുടെ റിസർവ് ബാങ്ക് ഗവർണർ ആയിട്ടുള്ള രഘുറാം രാജന്റെ നേതൃത്വത്തിലാണ് ഈ പറയുന്ന പൈലറ്റ് സ്റ്റഡി നടത്തിയിരിക്കുന്നത്, പൈലറ്റ് സർവേ നടത്തിയിരുന്നത്. മേക്ക് ദ ഡയറക്റ്റ് ബാങ്ക് ദ പേയ്മെന്റ് ടു anyone on UPI യൂസിങ് ദ UPI ID. അപ്പോൾ ഈ UPI ID അല്ലെങ്കിൽ VPA ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പണം ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു സംവിധാനം നിലവിൽ വന്നത് അല്ലെങ്കിൽ കൊണ്ടുവന്നത് ആരാണ്? NPCI ആണ്. ദ ഇന്റർഫേസ് ഈസ് റെഗുലേറ്റഡ് ബൈ ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പോൾ ഇത് റെഗുലേറ്റ് ചെയ്യുന്നത് ആരാണ്? ഈ UPI സംവിധാനത്തിന്റെ നിയമങ്ങളും നിയമാവലികളും റെഗുലേറ്റ് ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. UPI ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 11th April 2016. 2016 ഏപ്രിൽ മാസം 11-ാം തീയതിയാണ് UPI സംവിധാനം വന്നത്. നോ പ്രോസസ്സിംഗ് ചാർജ്. UPIയുടെ പ്രത്യേകത എന്ന് പറയുന്നത് പ്രോസസ്സിംഗ് ചാർജ് ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു സവിശേഷത. നെക്സ്റ്റ് വൺ, ലിസ്റ്റ് ഓഫ് ആപ്സ് ദാറ്റ് പ്രൊവൈഡ്സ് UPI ഫീച്ചേഴ്സ്. അപ്പോൾ നമുക്ക് ഇന്ത്യയിൽ പ്രധാനപ്പെട്ട പല ആപ്പുകളുണ്ട്. UPI സേവനങ്ങൾ നൽകുന്ന ആപ്പുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, നിങ്ങൾ ഭൂരിഭാഗം പേര് ഉപയോഗിക്കുന്നതായിരിക്കും. ഫോൺ പേ, Paytm, BHIM ആപ്പ്, മൊബിക്വിക്ക്, ഗൂഗിൾ ടെസ്സിനെയാണ് നമ്മൾ ഗൂഗിൾ പേ എന്ന് വിളിക്കുന്നത്, യൂബർ, ചില്ലർ, Paytm പേയ്മെന്റ് ബാങ്ക്സ്, SBI പേ, iMobile, ആക്സസ് പേ, ബോബ് UPI. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മളുടെ നാട്ടിലുള്ള UPI സർവീസ് നൽകുന്ന ആപ്പുകൾ എന്ന് പറയുന്നത്. നിങ്ങൾ ഇതൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരായിരിക്കും. ഇതിനകത്ത് സർക്കാരിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ ആപ്പാണ് BHIM എന്ന് പറയുമ്പോൾ അതിനെപ്പറ്റി ഒന്ന് നമുക്ക് നോക്കാം. കാരണം അതിനെപ്പറ്റി ക്വസ്റ്റ്യൻസ് വരാറുള്ളതാണ്. പല മത്സര പരീക്ഷകൾക്കും ഇതിനെപ്പറ്റി ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ BHIM എന്താ നോക്കാം. BHIM ഭാരത് ഇന്റർഫേസ് ഫോർ മണിയുടെ ചുരുക്കപ്പേരാണ് BHIM എന്ന് പറയുന്നത്. അപ്പോൾ ഭാരത് ഇന്റർഫേസ് ഫോർ മണിയുടെ ചുരുക്കപ്പേരാണ് BHIM എന്ന് പറയുന്നത്.
ഭാരത് ഇന്റർഫേസ് ഫോർ മണി ഈസ് ആൻ ഇന്ത്യൻ മൊബൈൽ പേയ്മെന്റ് ആപ്പ് ഡെവലപ്ഡ് ബൈ NPCI. അപ്പോൾ NPCI ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഇന്ത്യൻ മൊബൈൽ പേയ്മെന്റ് ആപ്ലിക്കേഷനാണ് ഇത് ഈ പറയുന്ന ഭീം എന്ന് പറയുന്നത്. ബേസ്ഡ് ഓൺ ദ യൂണിഫോം പേയ്മെന്റ് ഇന്റർഫേസ്. അപ്പോൾ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസിന്റെ ഭാഗമായിട്ട് ആരുടെ പേരിലെ സൂചകമായിട്ടാണ് ആരുടെ പേരിലാണ് BR അംബേദ്കറുടെ പേരിലാണ് ഈ ഒരു ആപ്പ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് ലോഞ്ച്ഡ് ഓൺ 30th December 2016. അപ്പോൾ ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത് 30 ഡിസംബർ 2016. ഇറ്റ് ഈസ് ഇൻറ്റൻഡഡ് ടു ഫെസിലിറ്റേറ്റ് ദ പേയ്മെന്റ് ഡയറക്ട്ലി ത്രൂ ദ ബാങ്ക്സ് ആൻഡ് എൻകറേജ് ദ ക്യാഷ്ലെസ് ട്രാൻസാക്ഷൻസ്. ഇപ്പോൾ ക്യാഷ്ലെസ് ട്രാൻസാക്ഷൻസ് അത് എന്താണ് കൂടുതൽ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ BR അംബേദ്കറിൻ്റെ പേരിൽ വന്നിരിക്കുന്ന 30 ഡിസംബർ 2016 സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന NPCI കൊണ്ടുവന്നിരിക്കുന്ന ആപ്ലിക്കേഷനാണ് ഇത് ഭീം എന്ന് പറയുന്നത്. ഇതും നമ്മുടെ രാജ്യത്ത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കൂടുതൽ ആൾക്കാർ ഗൂഗിൾ പേ, അതിലേക്ക് ഗൂഗിൾ ടെസ് ഉപയോഗിക്കുന്നുണ്ട്, Paytm ഉപയോഗിക്കുന്നുണ്ട്, BIM ഉപയോഗിക്കുന്നുണ്ട്. BIM കുറച്ചും കൂടി സെക്യൂരിറ്റി കൂടുതലായതുകൊണ്ടാണ് ആൾക്കാർ അധികം ഉപയോഗിക്കാത്തത്. അപ്പോൾ വീഡിയോസ് കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ ക്ലാസ്സുകളെല്ലാവരും കണ്ട് മനസ്സിലാക്കുക. മറ്റൊരു ക്ലാസ്സുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.